MukunsMathsലേക്ക് സ്വാഗതം. PSC പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച 4 ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഉത്തരം കാണാനുള്ള എളുപ്പവഴി. പ്രവർത്തനം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിന്റെ വില എത്ര? ഇതിന്റെ വില കാണണം. അത് കാണാൻ ഈ 5 സംഖ്യകൾ 1, 2, 3, 4, 5 സംഖ്യകൾ അതിന്റെ ശരാശരി 27 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സിന്റെ വില കാണാം. ശരാശരി 27 ആണെങ്കിൽ, ഈ 5 സംഖ്യകളുടെ ശരാശരി 27 ആണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 27 ഗുണിക്കണം 5, 135. അപ്പൊ ഇത് നമുക്ക് 135 കിട്ടിയാൽ മതി. എക്സ് അടക്കം ഇവിടെയുള്ള സംഖ്യകൾ നോക്കിയാ 20, 25, 28, 32. 28, 32 കൂടെ കൂട്ടിയാല് 60. 60ഉം 20ഉം 80. 80ഉം 25ഉം 105. 105ന്റെ കൂടെ എക്സ് കൂട്ടിയാൽ 135 കിട്ടും. അപ്പൊ എക്സ് കാണാൻ 135ൽ നിന്ന് 105 കുറക്കുക. ഉത്തരം 30 ആണ്. ഓപ്ഷൻ എ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. വർഷാവസാനം ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാല് പലിശ അടക്കം മുതൽ, പലിശയും മുതലും കൂടി ചേർത്തുള്ള ആകെ തുക. പലിശ മാത്രം അല്ല കാണേണ്ടത്, പലിശ അടക്കം മുതൽ. ഓപ്ഷൻ എ 1200 രൂപ, ബി 1210 രൂപ, സി 1100 രൂപ, ഡി 1150 രൂപ. അപ്പൊ വർഷാവസാനം ലഭിക്കുന്ന തുക അല്ലെങ്കിൽ പലിശയടക്കം മുതൽ കൂട്ടുപലിശ ഇനത്തിലാണ് കാണേണ്ടത്. അതിന് ഒരു സൂത്രമാക്കിയുണ്ട്. അതെന്താ? എ സമം പി ഗുണിക്കണം 1 പ്ലസ് ആർ ബൈ 100 ഓൾവേസ് ടു എൻ. എ എന്ന് പറഞ്ഞാൽ വർഷാവസാനം ലഭിക്കുന്ന തുക അല്ലെങ്കിൽ പലിശ അടക്കം മുതൽ. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ മുതൽ. 1 തന്നെ 6/100 എന്ന് പറയുന്നത് പലിശ നിരക്കാണ് 10%. എൻ എന്ന് പറയുന്നത് എന്താണ്? വർഷം 2. അപ്പൊ ഇതിനെ നമുക്ക് സംഖ്യകളാക്കി മാറ്റാം. 1000 ഗുണിക്കണം 1 പ്ലസ് 10/100 ഓൾവേസ് ടു എൻ 2 സമം 1000 ഗുണിക്കണം 1 കൂട്ടണം 10/100 എത്ര വരും? 100 ഗുണിക്കണം 1 100 തന്നെ, കൂട്ടണം 10 110, 110/100 ഓൾവേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, ഉൾഘാതം 2 ആണ്. അതിനർത്ഥം 110/100 ഓൾവേസ് ടു 2 ആണ്. ഇത് വെട്ടി ചെറുതാക്കാം. 100ന്റെ 2 പൂജ്യവും ഇതിന്റെ 2 പൂജ്യവും വെട്ടി. ഇവിടെയുള്ള ഒരു പൂജ്യവും ഒരു പൂജ്യവും വെട്ടി. ഇവിടെയുള്ള ഒരു പൂജ്യവും ഇതിന്റെ ഒരു പൂജ്യവും വെട്ടി. ബാക്കി എന്താ ഉള്ളത്? 11 ഗുണിക്കണം 110. 11 എത്ര വരും? 121. പിന്നെ 110ലെ ഈ പൂജ്യവും 1210 രൂപ ആണ് ഇതിന്റെ ഉത്തരം. അതായത് ബി, റുപ്പീസ് 1210. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം?
ഓപ്ഷൻ എ 4, ബി 4 3 ബി 7, സി 3, ഡി 3 3 ബി 7. ഇതിലേതാണ് ഇതിന്റെ ഉത്തരം എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ദാമുവും രമയും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ഏത് ജോലി, എത്ര ജോലി, അത് നമുക്കറിയില്ല. പകരം ഇത്രേ തന്നിട്ടുള്ളൂ. ദാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, രമ അതേ ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ജോലിയുടെ അളവ് തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി നിശ്ചയിക്കുക. ഇത്ര ജോലി ഉണ്ട്, അതാണ് ദാമു ചെയ്യുന്നത്, അതേ ജോലി തന്നെയാണ് രമയും ചെയ്യുന്നത്. എത്ര ജോലി എന്നെങ്ങനെ തീരുമാനിക്കും? അതിന് ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാല് 6ന്റെയും 8ന്റെയും ലസാഗു കാണുക. 6ന്റെയും 8ന്റെയും ലസാഗു എന്ന് പറഞ്ഞാല് 6ഉം 8ഉം അടങ്ങുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതേതാണ്? 24. നമുക്ക് തൽക്കാലം ജോലി 24 എന്ന് വിചാരിക്കുക. ജോലി 24. ദാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. 24 ജോലിയുണ്ട്. അങ്ങനെയെങ്കിൽ ദാമു ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 6 ദിവസം കൊണ്ടാണ് 24 ഹരിക്കണം 6, 4 ജോലി ഒരു ദിവസം ചെയ്യും ദാമു. രമയോ 24 ജോലിയാണ് ആകെയുള്ളത്, 8 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഒരു ദിവസം 24 ഹരിക്കണം 8, 3 ജോലി ചെയ്യും. ഇതിപ്പോ രണ്ടുപേരും ഓരോ ദിവസം ചെയ്യുന്ന ജോലിയുടെ എണ്ണമാണ് 4ഉം 3ഉം. അങ്ങനെയെങ്കിൽ രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 7. ഒരു ദിവസം ചെയ്യുന്ന ജോലി 7ആണ്, ആകെയുള്ളത് 24ആണ്. എങ്കിൽ രണ്ടുപേരും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ആകെ ജോലിയെ, അതായത് 24നെ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? 7 കൊണ്ട് ഹരിക്കുക. 24നെ 7 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. 3 7 21 കഴിച്ചു ബാക്കി 3. അപ്പൊ 3 ജോലി ബാക്കിയുണ്ട് ബൈ 7. 3 ബൈ 7 ഡി. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A:B സമം 5:2, B:C സമം 3:7 ആയാൽ A:C എത്ര? ഓപ്ഷൻ എ 15:14, ബി 3:14, സി 15:7, ഡി 8:9. നമുക്ക് A:C എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ A:B 5:2, B:C 3:7 തന്നിട്ടുണ്ട്. രണ്ടിലും പൊതുവായുള്ള അക്ഷരം ഏതാണ്? ബി ആണ്. ഇതില് ബിയുടെ വില എത്രയാ? 2. ഇതില് ബിയുടെ വില എത്രയാ? 3. ഈ രണ്ടിനെയും, അതായത് ഇവിടെയുള്ള 2 ഇവിടെയുള്ള 3 തുല്യമാക്കി എടുത്താൽ മാത്രമേ A:C എത്രയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അതിനെന്താ വഴി? ഇവിടെ A:B സമം 5:2 എന്ന് തന്നു. ഇവിടെ ബിയുടെ വില 2 ആണ്. അതിനെ ഈ ബിയുടെ വില ഇവിടെ 3 ആണല്ലോ, അതുകൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് വരും? 5 15:6 എന്ന് കിട്ടും. അടുത്തത് ഇവിടെ B:C സമം എത്രയാ? 3:7 ആണ്. ഇതിനെ ഇവിടെ നേരത്തെ 3 കൊണ്ടാണ് ഗുണിച്ചത്, ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണം? ഇവിടെ ഈ A:B ബിയുടെ വില 2 ആണ്. അപ്പൊ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3നെയും 7നെയും ഗുണിക്കുന്നു. അങ്ങനെ വരുമ്പോ 6:16. അപ്പൊ ഇവിടെ
ബിയുടെ വില ഇതിൽ 6 ഇതിൽ 6 രണ്ട് തുല്യമായി. എ എത്ര വന്നു? 15. സി എത്ര വന്നു? 14. അതായത് എ ഈസ് ടു സി സമം 15 ഈസ് ടു 14. എ ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ ഉത്തരം.